ഹേയ് സിനിഫാൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് കുറേ ട്രെയിലർ വരാനുണ്ട്. ആദ്യ സിനിമ നമ്മുടെ പവൻ കല്യാൺ നായകനാവുന്ന ഓജി എന്ന സിനിമയാണ്. ഈ സിനിമയുടെ ട്രെയിലർ സെപ്റ്റംബർ 21 10:08 രാവിലെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പവൻ കല്യാണിൻ്റെ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. അടുത്ത ഒരു ട്രെയിലർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ട്രെയിലറാണ്. അതായത് കരം എന്ന സിനിമയുടെ ട്രെയിലർ നമ്മുടെ 19 ഇന്ന് 6 മണിക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും. ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോണത് സെപ്റ്റംബർ 25 അപ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ ഈ സിനിമ നിങ്ങൾ കാത്തിരിക്കേണ്ടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. അടുത്ത സിനിമ നമ്മുടെ ധനുഷിൻ്റെ ഇഡ്ലി കടൈ എന്ന സിനിമയാണ്. ഈ സിനിമയുടെ ട്രെയിലർ സെപ്റ്റംബർ 20 റിലീസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ടൈം വന്നിട്ടില്ല. അടുത്ത നമ്മുടെ കാന്താര ദ ലെജൻഡ്, അതായത് കാന്താരയുടെ ചാപ്റ്റർ 1 ആണ്. ഈ സിനിമ ഐമാക്സിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു കിടിലം പോസ്റ്റർ തന്നെയാണ്. അപ്പോൾ ഒക്ടോബർ 2 കാന്താര 2 കാണാൻ പോണവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ മാർക്കോ 2 പറ്റിയാണ്. നമ്മുടെ അനീം ഡയറക്ടർ, അതായത് പിന്നെ ക്യൂബ്സ് എൻ്റർടൈൻമെൻ്റ് ആണ് പ്രൊഡ്യൂസർ. അപ്പോൾ ഇവരുടെ മാർക്കോ 2 പേര് ലോഡ് മാർക്കോ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അറിയാൻ കഴിയുന്നത് നമ്മുടെ ഉണ്ണിമുകുന്ദനല്ല നായകൻ എന്നാണ്. യാഷാണെന്ന് കുറച്ച് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് മാർക്കോ 2 വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്നറിയില്ല, നമ്മുടെ മാർക്കോയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന സമയത്തും ലോഡ് മാർക്കോനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ലോഡ് മാർക്കോയ്ക്ക് വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ഷൈൻ നിഗത്തിൻ്റെ ആണ്. നമ്മുടെ ഷൈൻ നിഗത്തിൻ്റെ 2 സിനിമയുണ്ട്, ഹാൽ എന്ന സിനിമയും ബാൾട്ട് എന്ന സിനിമയും. ഈ സിനിമ ഒരു ക്ലാഷായിട്ട് ഒരുമിച്ചായിരുന്നു റിലീസ്. പക്ഷെ അത് 2 സിനിമയെ ബാധിക്കാനുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹാൽ എന്ന സിനിമയുടെ റിലീസ് തീയതി മാറ്റിയിട്ടുണ്ട് ഒക്ടോബർ 10. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ കൽക്കി 2 പറ്റിയാണ്. കൽക്കി 2 ദീപിക പടുക്കോൺ അങ്ങനെ ഉണ്ടാവില്ല എന്ന് അവർ ഒഫീഷ്യലായിട്ട് വൈജാന്തി മൂവീസ് അവരുടെ ട്വിറ്റർ പേജിലൂടെ അറിയിച്ചിട്ടുണ്ട്. കാരണമായിട്ടാണ് പറയേണ്ടത്, കാരണം കൽക്കി 2 നല്ലൊരു ഡെഡിക്കേഷൻ വേണ്ട ഒരാളായിരുന്നു. മിക്കവാറും നമ്മുടെ ദീപിക പടുക്കോൺ എന്തെങ്കിലും അവരുടെ നിബന്ധനകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അവർക്ക് പറ്റാണ്ടാവില്ല. അതാണ് നമ്മൾ ചെറുതായിട്ട് അറിഞ്ഞത്. അപ്പോൾ ദീപിക പടുക്കോൺ നല്ലൊരു ശക്തമായ ക്യാരക്ടർ തന്നെയായിരുന്നു കൽക്കിയിൽ. അപ്പോൾ ഇനി പുതിയത് ആയിട്ട് വരുമ്പോൾ നല്ലൊരു ക്യാരക്ടർ തന്നെ ആ ഭാഗത്ത് തന്നെ വരട്ടെ. അടുത്ത അപ്ഡേറ്റ് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് തന്നെ ആയിരിക്കും, സുമതി വളവിൻ്റെ OTT റിലീസ്. ഈ സിനിമ OTT റിലീസ് ചെയ്യാൻ പോണത് സെപ്റ്റംബർ 26 നമ്മുടെ C5 അപ്പോൾ നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. അടുത്ത നമ്മുടെ വൃഷഭയെ പറ്റി പറയാനാണ്. നിങ്ങൾ സിനിമയുടെ ടീസർ കണ്ടിട്ടുണ്ടാവും വിചാരിക്കണു. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തിയേരെ. എൻ്റെ അഭിപ്രായം ഒരു ഓക്കെ ഫീലാണ് തോന്നിയത്. പക്ഷേ സിനിമയ്ക്ക് ഒട്ടും എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വിഷ്വൽസും അതിൻ്റെ സെറ്റിങ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ചില സീക്വൻസ്, പിന്നെ ഇതൊരു അന്യഭാഷ ചിത്രം തന്നെ ആയതുകൊണ്ട് മലയാളത്തിലുണ്ടെങ്കിൽ പോലും അന്യഭാഷ ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത്തിരി നമ്മുടെ മലയാളികൾ ഏറ്റെടുക്കുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തണം. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസ് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ്